മഴ മുന്നറിയിപ്പ് തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നിലനിൽക്കുന്നത്. കടലാക്രമണ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുമ്പോഴും തീരദേശ മേഖലയിലുള്ളവരെ ജില്ലാ ഭരണകൂടം കൈയൊഴിഞ്ഞ നിലയിലുമാണ്. നഗരത്തിലെ വെള്ളക്കെട്ടിന് കാരണം നഗരസഭയുടെ ഭാഗത്തുണ്ടായ അനാസ്ഥയാണെന്ന പരാതികളും ശക്തം. ഓട ശുചീകരണം അടക്കമുള്ള നടപടികൾ കോർപ്പറേഷൻ നടത്തിയിട്ടില്ല എന്നുള്ള ആരോപണം കൂടി വരുന്നു. മഴ കനത്തതോടെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷം. റോഡും നടപ്പാതയും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. നഗരത്തിലെ വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണം ഓട ശുചീകരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ ശാശ്വതമായി നടക്കാത്തതുകൊണ്ടാണെന്നാണ് ഉയരുന്ന പരാതി. എല്ലാ കൊല്ലത്തും തിരിഞ്ഞു നോക്കാൻ ആരില്ല. എല്ലാ കൊല്ലം സംഭവിക്കുന്നുണ്ടാകുന്നവിടെ വെള്ളം, പിന്നെ എല്ലായിടത്തിലും ബുദ്ധിമുട്ട്. അവിടെ കുറേശ്ശെ പണികൾക്കും ഫുള്ളാക്കൂല. എത്ര 3-4 വർഷമായിട്ട് ഇങ്ങനെ കളിക്കുക. അവിടെ എന്താ അധികാരികൾ കണ്ടുവർക്കത് എന്താ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പുറത്ത് ഓടിച്ചാലുണ്ട്, അത് ക്ലീനാക്കി തൽക്കാലം അത് ക്ലീനാക്കിയാലും ചില വെള്ളനാട് പോകാൻ സാധ്യതയുണ്ട്. എന്താ ഒന്നും മനസ്സിലാവുന്നില്ല എന്താ ചെയ്യുന്നുള്ളത്. വൃത്തിയുള്ള അസുഖം വരാൻ സാധ്യതയുണ്ട്. ചവിട്ടി ചൊറിയോ ഒക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത്തവണ നേരത്തെ കാലവർഷം എത്തുമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകിയിരുന്നെങ്കിലും ഓട ശുചീകരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണ്. മഴ കനത്തതോടെ കടലും പ്രക്ഷുബ്ധമായി തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തും കടലാക്രമണവും അതിരൂക്ഷമാണ്. കോനാട് തീരദേശ മേഖലയിൽ കടൽഭിത്തി തകർന്നതുമൂലം ആശങ്കയോടെയാണ് കടലോര മേഖലയിലെ 400ഓളം കുടുംബങ്ങൾ കഴിയുന്നത്. കാലവർഷം കൂടുതൽ ശക്തമായാൽ എന്ത് ചെയ്യണമെന്ന ആശങ്കയിലാണ് കോനാട് തീരദേശവാസികൾ. കോഴിക്കോട് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകുമ്പോഴും കടലോര മേഖലയിലുള്ളവരെ മാറ്റി താമസിപ്പിക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം ഇതുവരെ കടന്നിട്ടില്ല. ജനം, കോഴിക്കോട്.